ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്താണ് മൂവ്മെന്റ് നടന്നത്, എന്താണ് നമുക്ക് ലഭിച്ച ട്രേഡിംഗ് സാധ്യതകൾ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് നിഫ്റ്റി ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് സിഗ്നൽ ആണ് കാണിച്ചത്. ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ലെവൽ ഒരു എൻട്രി ബ്ലാക്ക് ലൈൻ കൊടുത്തുകൊണ്ട് ഈ ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഒരു ബൈയിങ് ലെവൽ പൊസിഷൻ വാച്ച് ചെയ്യുക എന്നാണ് ഒരു സജഷൻ വാട്സപ്പ് ചാനൽ കൊടുത്തിരുന്നത്. അതിനോട് തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഏരിയ കൃത്യമായി വന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിച്ചു. എനിക്ക് പേഴ്സണലി ആ ട്രേഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ചാനലിൽ ഉണ്ടായിരുന്നവർ അത് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തുടർന്ന് വീണ്ടും ഇതേ ലൈനിൽ എത്തി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ വീണ്ടും എൻ്റർ ആകാം, ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകാം എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ എത്തിയ നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഈ ഏരിയയിൽ എൻ്റർ ആയി ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി. 22,585 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി വെയിറ്റ് ചെയ്തു. എന്റെ ലക്ഷ്യം ഈ ലോയ്ക്ക് അടുത്തോട്ട് വീണ്ടും വന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നൽകുക എന്നതായിരുന്നു. എന്നാൽ വളരെ ഷാർപ്പായി പെട്ടെന്ന് തന്നെ നല്ല ഒരു ഡിക്ലൈൻ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെഡ് ലൈൻ ഈ 22,304 എന്ന ലെവൽ സപ്പോർട്ട് സോണായി കണക്കാക്കിയിരുന്ന തിക്ക് ലൈൻ, അതായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി ഫസ്റ്റിലത്തെ ട്രേഡിന് വേണ്ടി സജസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ആ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിന് താഴെ രേഖപ്പെടുത്തിയിരുന്ന ചെറിയ ലെവൽ വരെ ടെസ്റ്റ് ചെയ്ത് ക്ലോസ് ആവുകയാണ് ചെയ്തത്. എനിക്ക് ഇത് നല്ല ഒരു ട്രേഡ് ലഭിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും നിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഇതേ ലെവലിൽ നിന്നും ഒരു എൻട്രി എടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി. ഈ ലെവലിന് താഴെ വരികയാണെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഡൗൺവേർഡ് വരികയാണെങ്കിൽ എക്സിറ്റ് ആകാം എന്ന ലെവലിൽ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് മോശമല്ലാത്ത ഒരു ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ വീണ്ടും നിഫ്റ്റി സെല്ലിംഗ് പ്രഷറിലോട്ട് തന്നെ ആകുന്നു എന്ന് ക്യാൻഡിൽ പാറ്റേണുകൾ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലെവലിന് മുകളിൽ വീണ്ടും സ്റ്റോപ്പ് ലോസ് കരുതിക്കൊണ്ട് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് ചാനലിൽ ട്രേഡ് ചെയ്തിരുന്നവരിൽ ഭൂരിഭാഗം പേരും പോസിറ്റീവാണ്, പ്രോഫിറ്റിലാണ് വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് രേഖപ്പെടുത്തി കണ്ടത്. അങ്ങനെ 196 പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്തപ്പോൾ ആദ്യത്തെ ട്രേഡ് എനിക്ക് മിസ്സായെങ്കിലും തുടർന്ന് 3 ട്രേഡുകൾ എടുക്കാൻ കഴിഞ്ഞു. അതിൽ ഒരു ട്രേഡ് വളരെ നല്ല ടാർഗറ്റ് തന്നു, എന്നാൽ മറ്റ് 2 ട്രേഡുകൾ മോശമല്ലാത്ത ടാർഗറ്റ് തന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 22,223 എന്ന ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ തന്നെയാണ് ഞാൻ ഇനിയുള്ള തൊട്ട് പ്രധാന സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. അതിനു മുകളിൽ 22,254, 276, 306 എന്ന ലെവലുകളും ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ ഇവിടുന്ന് സെല്ലിംഗ് വരികയാണെങ്കിൽ ഇതെല്ലാം ടാർഗറ്റ് ലെവലുകളായി വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ലെവൽ ലോ ആയ ഈ ലെവൽ 22,254 ലെവൽ 55 ആയിരുന്നു. 54 ലെവലും നമുക്ക് ഒരു ടാർഗറ്റ് സോണായി നാളെ ഒരു സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതല്ല ഈ ഏരിയയിൽ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. ഈ ഏരിയയിൽ നിന്നാണെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആ രീതിക്കാണ് ഞാൻ എൻ്റെ ലെവലുകൾ സാധാരണയായി കണക്കാക്കാറ്. എന്നാൽ പ്രധാന സപ്പോർട്ടായി 22,223 22,401 എന്ന ലെവലുമാണ് റെസിസ്റ്റൻസ് ആദ്യത്തേതായും കണക്കാക്കുന്നത്. അതിനു മുകളിൽ 22,456 എന്ന ലെവലും ഒരു പ്രധാന റെസിസ്റ്റൻസ് ഏരിയയായി, അതായത് ഇന്നത്തെ ഉയരം പ്രവർത്തിച്ചേക്കാം. തുടർന്ന് നമ്മുടെ എവർ ടൈം ഹൈ ആയ 22,526 എന്ന ലെവലും ഒരു റെസിസ്റ്റൻസ് ഏരിയയായി പ്രവർത്തിക്കാം. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ നൽകിയല്ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അഥവാ മുകളിൽ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ ഞാൻ രേഖപ്പെടുത്തിയവ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കും. ഇതാണ് ഞാൻ നാളത്തേക്ക് വേണ്ടി എൻ്റെ ഒരു ട്രേഡിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്ലാന്. ഇത് വ്യക്തിപരമായി എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ്. പഠനാർത്ഥം നിങ്ങളും ഇത് ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പ്രയോജനകരമാകുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും സമയം കണ്ടെത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് നിഫ്റ്റി ബാങ്ക് എന്താണ് ഇന്ന് നൽകിയ നമ്മളുടെ ഒരു അവസരങ്ങൾ എന്ന് പരിശോധിച്ച് നോക്കാം. 928 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നത്. ഓപ്പൺ ചെയ്തത് ഇവിടെ ആയിരുന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ആദ്യത്തെ 15 മിനിറ്റ് നൽകിയിരുന്നത്. എന്നാൽ തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ ഏരിയയിൽ നിന്നും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. അത് നിഫ്റ്റിയിലും സെൻസെക്സിലും എല്ലാം പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും കൃത്യം ഒരു സപ്പോർട്ട് സോണിൽ ഇത് റിക്കഗ്നൈസ് ചെയ്യാൻ ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ ഇത് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ ലഭിക്കുന്നു എന്ന ഒരു ഫീൽ ചെയ്തവർക്ക്, അഥവാ ഈ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർ, കൃത്യമായി നിരീക്ഷിച്ചിരുന്നവർക്ക് ഒരുപക്ഷെ ഇവിടെ ഒരു എൻട്രി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ സപ്പോർട്ട് സോൺ, പ്രധാന സപ്പോർട്ട് സോൺ എന്ന ലെവലിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഏരിയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ മോശമല്ലാത്ത ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെ നിന്നും ബാങ്ക് നിഫ്റ്റിയും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ അഥവാ സെല്ലിംഗ് പ്രഷറിലാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞവർക്ക് ഇതേ ലെവലിൽ നിന്നും സാമാന്യം വളരെ ലെങ്തിയായ ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ബാങ്ക് നിഫ്റ്റിയും ഒരു കൺസോളിഡേഷൻ മൂഡാണ് കാണിച്ചിരുന്നത്. അത് നിഫ്റ്റിയിലും പ്രകടമായിരുന്നു. എന്നാൽ നിഫ്റ്റിയിൽ കുറച്ചും കൂടി നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റിനെ അനുസരിച്ച് കുറച്ചും കൂടി റേഞ്ച് ഉള്ളതായിരുന്നു എന്ന് പറയാം. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലും ലഭിച്ചിരുന്നത് 300 പോയിന്റിൽ താഴെയുള്ള ഒരു മൂവ്മെന്റ് ഏരിയ മാത്രമാണ്. എങ്കിലും ഇവിടെയും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക്, ട്രേഡിംഗ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും, പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ നാളെ ഇന്നത്തെ മൂവ്മെന്റ് അനുസരിച്ച് നാളെ എന്തായിരിക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 47,171 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 47,506 ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോണായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ 47,854 എന്ന ലെവൽ തന്നെയാണ് തുടർന്ന് കിട്ടേണ്ടുന്ന പ്രധാന റെസിസ്റ്റൻസ് സോണ്. എന്നാൽ നാളെ സപ്പോർട്ട് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിക്കുകയും ഈ ലെവലിന് താഴെ 47,171 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി തുടർന്നും സെല്ലിംഗ് പ്രഷറിൽ വന്നേക്കാമെന്നും അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന പ്രധാന സപ്പോർട്ട് സോൺ എന്ന നിലയ്ക്ക് 46,291 എന്ന ലെവലാണ് ഞാൻ കാണുന്നത്. അതിന് താഴെ 45,933, 45,666 എന്നീ ലെവലുകളാണ് എൻ്റെ ഒരു പ്രതീക്ഷയിലുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായി ക്ലോസ് ചെയ്യേണ്ട ഏരിയ, അതായത് ആദ്യം കവർ ചെയ്യേണ്ട റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 47,506 ആണ്. അപ്പോൾ 47,506 എന്ന് പറയുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി നിലനിർത്തിക്കൊണ്ട് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അതല്ല ഈ ഏരിയയിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം തൊട്ട് മുകളിലുള്ള ഈ ലെവൽ സ്റ്റോപ്പ് ലോസ്, പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലും ട്രേഡ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സപ്പോർട്ടുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ് ഏരിയകളാണ് ഇത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വരുന്നു. ഇനി സെൻസെക്സിൽ എന്തായിരുന്നു ഇന്നത്തെ മൂവ്മെന്റ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 662 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് സെൻസെക്സും രേഖപ്പെടുത്തിയത്. നിഫ്റ്റി പോലെ തന്നെ ഈ ഏരിയയിൽ ഓപ്പൺ ആയി അതിനുശേഷം ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ഈ ഏരിയയിൽ ഒരു എൻട്രി നൽകി അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകയോ അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഈ സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകയോ ചെയ്തിരുന്നവർക്ക് നല്ല ഭേദപ്പെട്ട ട്രേഡ് ചെയ്യാൻ കഴിയുന്നത്. മറ്റ് ഇൻഡെക്സുകൾ പോലെ തന്നെ ഇവിടെ സെൻസെക്സും ഒരു സെല്ലിംഗ് പ്രഷറിലാണ് എന്ന് തിരിച്ചറിഞ്ഞവർക്ക് കൃത്യമായ ഒരു എൻട്രി എടുത്ത് ഈ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വളരെ വലിയ ഒരു ടാർഗറ്റ് 662 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നെ വൺ ഡയറക്ഷനിൽ ലഭിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഇൻഡെക്സ് ശ്രദ്ധിച്ചിരുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇതേ ലെവലുകളിൽ നിന്നുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയും എല്ലാം മൂവ് ചെയ്തതുപോലെ തന്നെ ആ ഏരിയയിൽ അതുവരെ നൽകിയ ഒരു മൂവ്മെന്റിന്റെ ഷാഡോയിൽ നിന്നുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ മൂഡിലാണ്
എല്ലാ ഇൻഡെക്സുകളും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ശ്രദ്ധാപൂർവം വീക്ഷിച്ചവർക്ക് അത് സാധ്യമായിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ ഏതായിരിക്കും നമ്മുടെ പ്രധാന റെസിസ്റ്റന്റ് സപ്പോർട്ട് സോണുകൾ എന്ന് നോക്കാം. സെൻസെക്സ് 73,642 എന്ന ലെവലിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി കണക്കാക്കുന്നത് 73,585 എന്ന ലെവൽ തന്നെയാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം അപ്വേർഡ് മൂവ് ചെയ്യുന്നു എന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത്, പ്രധാന റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 74,010 എന്ന ഇന്നത്തെ ഉയരം തന്നെയാണ്. എന്നാൽ ഈ ഏരിയകളിലെല്ലാം ഒരു ചെറിയ റിജക്ഷൻ കാണിക്കാവുന്നതാണ്. എങ്കിലും ഡേയ്സ് ലോ നിലനിർത്തുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുമ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്ത് പോകാവുന്നതാണ്. എന്നാൽ ഇവിടെ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഓർ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് സോണുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഡൗൺവേർഡ് ആണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന പ്രധാന സപ്പോർട്ട് സോണുകളാണ് 73,441, 73,318, 73,225, 73,097 എന്ന ലെവലുകൾ. ഇവിടെ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നവ ഒക്കെ ഞാൻ പ്രധാനമായ സപ്പോർട്ട് സോണുകളായി കണക്കാക്കുന്നവയാണ്. അവിടെ നിന്നും മിക്കവാറും ഒരു പ്രൈസ് അപ്വേർഡ് റിജക്ഷൻ ഉണ്ടായേക്കാവുന്നതാണ്. അപ്പോൾ ടാർഗറ്റുകൾ കവർ ചെയ്ത് വീണ്ടും സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഏരിയയിൽ നിന്നും ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാളിംഗ് ഡേ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. എന്നാൽ ഇവിടെ നിന്നും അപ്വേർഡ് ഡയറക്ഷനാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഈ സപ്പോർട്ട് സോൺ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് 74,010 ആണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ കാണിക്കുമ്പോൾ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കുന്ന പ്രധാന ടാർഗറ്റ് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.